എന്താ സാറിന് എങ്ങനെ പോകാറുള്ളത്? ഈ കാർ വല്ല പൊട്ടിത്തെറിച്ച് അങ്ങനെ ഇതിന്റെ ചെവിക്കാൽ അടിച്ചു തിരിക്കുന്നത്. അങ്കിളെ ഇവ എന്തോ അതിനകത്ത് പണിയത് ഞാൻ കണ്ടതാണ് രാവിലെ തൊട്ട്. നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് മാമ ഇല്ലാത്ത കേറല്ലെന്ന്. നീ കേറിയല്ലേ ഈ പുക മൊത്തം ഉണ്ടാക്കിയത്. നീ എന്തോന്നാണ് ചെയ്ത പറയണേ? നീ ഒന്നും ചെയ്യാതാണാ പിന്നെ പുക വന്നത് ഇങ്ങോട്ട്. ഓ എന്റെ ഉടുപ്പും കൂടെ കേറി നീ. ഒന്നും ചെയ്തില്ലല്ലോ. ഇവരെ പിടിക്കാൻ തളയ്ക്കാൻ ഓഹോ നിനക്ക് ഇത്ര ചേട്ടന്റെ അഹങ്കാരം കൊടുക്കണം. നീ ചുമ്മാ പറയണ്ട. ഇവനെ ഇതിനകത്തിട്ട് പൊട്ടിച്ചിട്ടായി നോളൂ. ഇവന്റെ ഇറച്ചി ഊറും ഭരിച്ചിട്ട് ഇനി കണ്ടാ നിങ്ങൾ. ഞാനപ്പ പൊട്ടി തെറിക്കും. നീ കാരണം എന്റെ ഭർത്താവെല്ലാം മരിച്ച. മാറിയില്ലോണ്ട് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? പോകോട്ട്. നിങ്ങൾക്ക് വല്ല പറ്റി മനുഷ്യൻ അങ്ങോട്ട് മാറ്. നീ ആദ്യം പോ. സമാനല്ല ഇങ്ങനെയുള്ള തട്ടിപ്പോയി കഴിഞ്ഞാ ബാക്കി നീ ഒന്ന് നോക്കോ നമ്മുടെ കുടുംബം. വിഷമിക്കൊന്നും വേണ്ട, അതിനുള്ള പെൻഷൻ ഞാൻ എടുത്തു തരാം. ഓ പെൻഷനാ? എന്തൊരു മറ്റേ ഒരു ഭാര്യ പറയുമല്ലോ, എന്റെ പേര് ഞാൻ മറന്നു. പെൻഷനാണോ? ആ സാധനം തന്നെ, അത് ഞാൻ എടുത്തു തരാം. എന്തൊരു നെഗറ്റീവാണ്. വയറിനൊക്കെ വലിച്ച് പൊട്ടിച്ചേക്കണ. അത്ര അടുത്തോട്ട് പോയി നോക്കണ്ട. ഇങ്ങോട്ട് നീ ഒന്ന് മാറിയില്ലടി പെണ്ണെ. എനിക്ക് പേടിയാവണമെന്ന് കണ്ടിട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആക്ച്വലി എന്താ സംഭവിച്ചേ? ഉള്ളത് പറയാം, പക്ഷെ ആരും ഒന്നും പറയല്ലേ. സത്യം പറയാം. സത്യം പറ. ഞാനാണെങ്കി അവിടെ കറണ്ട് പോയില്ലേ, അപ്പോഴാണെങ്കി കാറിന്റെ ബാറ്ററിന്റെ ആ വയർ ഊരിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയത്, ചാർജ് ചെയ്യാറോ നോക്കാം. ചാർജ് ഇല്ലായിരുന്നു. 50 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കേരളം, ഇങ്ങോട്ട് കേരളം. ആശാൻ പറഞ്ഞാലല്ലേ നിങ്ങക്ക് കേറാതിരിക്കാൻ പറ്റുള്ളൂ. ശരിയായി പിങ്കി. നോക്ക് എവിടെ നോക്കട്ടെ. നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരുന്നോ? തീരെ പൊളി. ശരിയായാ അണ്ണൻ ഇവിടെ നിന്നൂടെ? വർഷാപ്പ് ജോലി നോക്കി ഞാൻ ഇവിടെ കയറിയല്ലേ ഉണ്ണിപ്പിള്ള അങ്ങ് സൂഹിക്കും. ചാരസേരി ഞെളിഞ്ഞിരുന്നെ ഒരിടത്ത് പോകാൻ സമ്മതിക്കാതെ അതെപ്പടി ഇതിപ്പടി മറ്റേപടി കുറെ വണ്ടി എടുത്ത് ഉച്ചയിൽ വെച്ച്. ഞാൻ പണിയെടുക്കുമ്പോ നിങ്ങൾ സൂഹിക്കണ പോലെ അല്ലേ? അതൊക്കെ പോട്ടെ രാമൻ, നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? രാജാവിന്റെ വണ്ടി ഒരു വഴി കിടന്ന ഞാൻ പോയി ശരിയാക്കുക. പിന്നെയാണ് ഇനി സ്റ്റൈല് കണ്ട. എവിടെ നിന്നാ? ദുബായില്. അപ്പൊ പണ്ട് ഗൾഫിൽ ഇതായിരുന്നപ്പോ ജോലി, മറ്റേതാണെങ്കിൽ മറ്റേ അഭിനയിക്കാൻ പോണ അതാണ് ഇതാണെന്നും പറഞ്ഞു നടന്നതാണ്. ഞാൻ കഴിവാരി കൊണ്ടുപോ എന്നെ. കൊണ്ടുപോ. ഈ വിഷത്തിനെ കൊണ്ട് എവിടെയെങ്കിലും ഉപ്പിലിട്ട് പോയി പോ. ഈ കരിയൊക്കെ തുടക്കണ്ടേ? ഇങ്ങനെ നിന്നാ മതിയാ. ഇവിടെ പുതിയത്. നീ ആരെ കൂടെ പോയി നിൽക്കണെന്ന് കണ്ടല്ലോ, അങ്ങോട്ട് നോക്കി ആലോചിച്ച് വേണം നിൽക്കാൻ. ഇങ്ങനെ കൃത്യ സമയത്ത് ഇവിടെ ഒരു മനുഷ്യനെ കാണത്തില്ല, എല്ലാം തനിയെ തന്നെ ചെയ്യണ്ട. ഒറ്റയ്ക്കെടുത്ത് വിരിക്കാൻ തന്നെ. പേടിച്ചു പോയല്ലോ ചേച്ചി ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടണ കണ്ടിട്ടേ നീ പോടാ. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടമുണ്ട്. എന്തിന്? ചേച്ചി ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടണ കണ്ടിട്ട്. ഞാൻ അപ്പൊ എന്റെ കഷ്ടപ്പാടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. നീ സങ്കടപ്പെടാൻ അല്ല, ചേച്ചിയെ കണ്ടാലേ എനിക്ക് അറിയാലോ. നിനക്ക് എന്തോ നിർക്കാം. ചേച്ചി, സ്ത്രീക്കും പുരുഷനും ഇല്ലേ തുല്യ അവകാശമാണ്. അത് ചേച്ചി ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് പറയണത്? അല്ല, ചേച്ചി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ അണ്ണൻ കിടന്നിട്ട് ഇത് ചെയ്യൂ, അവിടെ റോഡിലൊക്കെ ചെന്ന് കിടന്ന് റോഡിലൊക്കെ ഹോട്ടലിലൊക്കെ ചെന്ന് കിടന്ന് ഫുഡ് കഴിക്കൂല. ചേച്ചി അപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് ജോലി ചെയ്യാണ്. ശങ്കര,
നീ നമ്മൾ രണ്ടുപേരെ തമ്മിൽ അടുപ്പിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കണത്. ചേച്ചി ഞാൻ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനും നല്ല സ്വാതന്ത്ര്യമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കാനാണ് ഞാൻ പറയണത്. ശരി, ഇപ്പൊ എന്താണോ പെട്ടെന്നൊരു ബോധോദയം? ചേച്ചി നാളെ ചേച്ചിക്ക് PSC പരീക്ഷ തന്നെയല്ല. നാളെ ആര് പറഞ്ഞു? നാളെ അല്ല, അത് ഞാൻ പരീക്ഷ ഉണ്ട് ചേച്ചിക്ക്. അതിന് അപ്പൊ ചേച്ചി അതിനുള്ളത് പഠിക്കാതെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്തോണ്ടിരുന്ന ചേച്ചി എങ്ങനെ ചേച്ചി പരീക്ഷ എഴുതണം? എടാ ഞാൻ ഈ ജോലി ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യുന്നാണ് നീ പറയണത്? അപ്പോഴത്തേക്ക് ചേച്ചി അവിടെ തോറ്റ് തൊപ്പി ഇട്ടോണ്ട് അവിടെ ഇരിക്കും. എടാ നീ പറയണതൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട്, പഠിക്കണം, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇതൊക്കെ ചെയ്ത് തീർക്കണ്ടടാ. രാമണ്ണ അവിടെ ചുമ്മാ ഫുള്ളായിട്ട് കിടന്ന് ഉറക്കമില്ല ഇപ്പൊ അവിടെ. ഓണത്തിനടുത്ത് ഇത് കിടന്ന് ചെയ്യാൻ പറ. അതും ശരിയാണടാ. കൊള്ളാം, നീ കൃത്യസമയത്താണ് വന്നത്. ഈ തുണി കൂടെ വിരിച്ചു കഴിഞ്ഞാൽ ദൈവം പറയിക്കാൻ തോന്നിയ ടൈമാണ്. പിടി ഇതും കൂടെ കഴിഞ്ഞാലേ ഞാൻ ഒരു പണി എടുക്കണില്ല കേട്ടാ. ഞാൻ പഠിക്കാൻ പോവാം. ചേച്ചി പഠിക്കണം. ചേച്ചി പഠിക്കേ. അത് തന്നെ. ഞാൻ എത്ര നാളായിട്ടെന്ന് അറിയോടാ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചോണ്ടിരിക്കണേ. ഇപ്രാവശ്യം ചേച്ചി വാങ്ങും. ഉറപ്പ്. നീ നാക്ക് നീട്ട്. ഓ നിന്റെ നാക്ക് പൊന്നാവട്ടെ. പ്രാവശ്യം കിട്ടിയെങ്കിൽ മതിയായിരുന്നടാ ശങ്കര. ചേച്ചി കിട്ടും ചേച്ചി പേടിക്കണ്ട. ദൈവം പോലെ എന്നാ നീ എന്റെ അടുത്ത് വന്ന് ഓരോ കാര്യം വന്ന് പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ് ഇന്നത്തെ കാര്യം കഴിഞ്ഞ്. താങ്ക് യുടാ ശങ്കര. വെൽക്കം.